നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അതിനെപ്പറ്റി പറയുന്നു. എന്തൊക്കെയാണ് വാഹനങ്ങളുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഗുണങ്ങൾ, സർവീസ് എങ്ങനെയുണ്ട്, വാഹനം വാങ്ങിച്ചപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, മൈലേജ് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പരാതികളുണ്ടെങ്കിലും പറയാവുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ. ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളി നമ്മൾ കുറേ കാലമായിട്ട് ഈ ഒരു പ്രോഗ്രാം കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് റാപ്പിഡ് ഫയർ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നത് ഫെയർ ഫ്യൂച്ചർ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. നമ്മളുടെ പല വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണിത്. ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ ഏറ്റവും അധികം കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഫെയർ ഫ്യൂച്ചർ വഴി US എങ്ങനെ പോകാമെന്നുള്ള കാര്യമാണ്. US എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അവിടെ എത്തിപ്പെടാൻ പറ്റാത്തൊരു രാജ്യമായിട്ട് തോന്നിയേക്കാം. പക്ഷേ സത്യത്തിൽ കാനഡ കഴിഞ്ഞാൽ ഏറ്റവും അധികം കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോകുന്നത് US US പഠനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫീസ് ഒന്നും ആദ്യം അടയ്ക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ്. നമുക്ക് വിസ അപ്രൂവൽ ആയതിനു ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതി. അതുവരെ വളരെ നാമമാത്രമായ $500 മറ്റുള്ള ചെറിയ ആപ്ലിക്കേഷൻ ഫീകൾ മാത്രം അടച്ചാൽ മതി. ഇപ്പോൾ അവിടെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് പഠിക്കാം, മാസ്റ്റേഴ്സ് പഠിക്കാം, PhD പഠിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ ഫെയർ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ 2005 തൊട്ട് US ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ കോളേജസുമൊക്കെ ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് US എവിടെ പഠിക്കണമെങ്കിലും ഫെയർ ഫ്യൂച്ചറിനെ സമീപിച്ചാൽ മതി. അപ്പോൾ US അല്ല മറ്റേത് രാജ്യത്താണ് നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് ഉള്ളത്, നിങ്ങൾക്ക് പറ്റുന്ന ഫീസ് സ്ട്രക്ചറുള്ളത്, അത്തരം കാര്യങ്ങൾ നോക്കി തന്നെ നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്കും പോകാൻ സാധിക്കും. ഇപ്പോൾ സെപ്റ്റംബർ 2024 ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് പോകുന്നത് അവരുടെ 50ാമത്തെ കാനഡ ബാച്ചാണ്. അതിലേക്കുള്ള വിസ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബാച്ചിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഫെയർ ഫ്യൂച്ചറിന് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാം. അപ്പോൾ അമേരിക്കയിലേക്കാണ് പോകേണ്ടതെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിളിച്ചു ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. ഇന്ത്യയിൽ ഹോണ്ട കൊണ്ടുവന്ന വാഹനങ്ങളിൽ വളരെ മികച്ച ഒരു മോഡലായിരുന്നു BRV. പക്ഷേ എന്തുകൊണ്ടും അങ്ങനെ വലിയ വിജയമൊന്നുമായില്ല. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ BRVക്ക് ആവശ്യക്കാർ ധാരാളമുണ്ട്. BRV നല്ല വാഹനമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ നൊസ്റ്റാൾജിയുടെ ആൾക്കാരാണല്ലോ മലയാളികൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയി കഴിയുമ്പോഴാണ് നമ്മളതിൻ്റെ വില മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു BRVയുടെ ഉടമയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. സർ, പേര്? ശ്രീനാഥ്. എന്തിനാണ് ശ്രീനാഥ്? ഞാൻ എഞ്ചിനീയറാണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. നെസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. നെസ്റ്റിൽ. ഈ നെസ്റ്റിൻ്റെ കാര്യത്തിൽ നെസ്റ്റിൻ്റെ ഉടമകൾക്കാണ് ഏറ്റവും വലിയ വാഹന കളക്ഷൻ ഉള്ളത് എറണാകുളത്ത്. ജഹാംഗീറിനാണ്. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് കളക്ഷൻ. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഒത്തിരി വരുന്നുണ്ടോ? പുതിയ പുതിയ വണ്ടികൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൂടാതെ വലിയ മറ്റേ പഴയ വാഹനങ്ങളുടെ വിന്റേജ് കാറുകളുടെ വലിയ റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? അയ്യോ, ഞാൻ കണ്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ തന്നെയാണോ? അല്ല, ഞാൻ കോട്ടയാണ് ശരിക്കും. ആണോ? നമ്മുടെ നാട്ടുകാരനാണ്. കോട്ടയം കാരാപ്പുഴയാണ് ശരിക്കും. കാരാപ്പുഴ. പക്ഷേ വെള്ളൂരായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. വെള്ളൂർ നമ്മുടെ നാടുമായിട്ട്. അതെ, അത് നമ്മുടെ ഉണ്ണിയുടെ അളിയനാണ്. 7ാം മൈലിൽ. അതെ, നമ്മുടെ യൂണിക് ഓട്ടോ കോർപ്പിന്റെ. ശരി ശരി. ഓഹോ, നമ്മുടെ നാട്ടിലെ ഒരു ഡീറ്റെയിലിംഗ് സെന്ററിന്റെ ഉടമയുടെ അളിയനാണ്. അങ്ങനെ കണക്ഷൻ ഉണ്ട്. അതെ, ഫസ്റ്റ് ഡീറ്റെയിലിംഗ് ഈ വണ്ടിയായിരുന്നു. ശരി. ഓ, ശരി. നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. അതെ. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ചെയ്ത മറ്റേ ഇത് നിസാൻ സ്കൈലൈൻ GTT അവിടെയായിരുന്നു ഡീറ്റെയിലിംഗ് ചെയ്തത്. യെസ്. അപ്പോൾ എത്ര കാലം ഇപ്പം ഇതെടുത്തിട്ട്? 6 വർഷം കഴിഞ്ഞു. പുതിയതെടുത്താണോ? അതെ, പുതിയതല്ലേ. എന്തുകൊണ്ടാണ്? കാരണം ആ സമയത്തൊക്കെ ധാരാളം ഓപ്ഷൻസ് വേറെ ഉണ്ട്. എന്തുകൊണ്ടാണ് BRV എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർ എടുക്കാത്തൊരു വണ്ടിയിലേക്ക് വന്നത്? അതെ, അത് പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ആദ്യത്തെ വണ്ടി 800 ആയിരുന്നു. 2000 ഒരു സെക്കൻഡ് എടുത്ത് 800 ആയിരുന്നു. അതിപ്പോഴും ഉണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്വിഫ്റ്റിലേക്ക് വന്നിരുന്നത്. 2011 സ്വിഫ്റ്റ് എടുക്കുകയുണ്ടായി. അപ്പോൾ സ്വിഫ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് ഒരു 2018 1 lakh കിലോമീറ്റർ ആയി. അപ്പോഴാണ് ഒരു 7 സീറ്റർ ഒരു അപ്ഗ്രേഡിലേക്ക് വരാൻ ഒരു ഇത് വന്നത്, ഒരു ആഗ്രഹം വന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കും നമ്മൾ ആ ടൈമിൽ എർട്ടിഗയായിരുന്നു മെയിൻ കോമ്പറ്റീറ്ററായിട്ട് നിന്നിരുന്ന. എർട്ടിഗയായിരുന്നു. അതെ 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 അതെ. അപ്പോൾ എർട്ടിഗയിലേക്ക് വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഇത് എഞ്ചിൻ സെയിം ആണല്ലോ, 1.3 ഇത് സെയിം എഞ്ചിനാണ്. പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ എഞ്ചിൻ സ്പെക്ക് ഒന്നും മാറുന്നുണ്ടായിരുന്നില്ല. ഓൺലി തിങ് 7 സീറ്റർ മാത്രമായിരുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് BRVയിലേക്ക് വന്നത്. BRVയിലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഡീസൽ ഓപ്ഷൻ ഉണ്ട്, ഡീസൽ മാനുവൽ. ബട്ട് ഓട്ടോമാറ്റിക്കലി വരുമ്പോഴത്തേക്ക് CVT. ഈ CVTക്ക് IVTEC ഒരു റിലയബിലിറ്റി നമ്മൾ പ്രൂവൺ ആണ് ഓൾറെഡി. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എല്ലാ വണ്ടിയിലും IVTEC CVT ഒരു പ്രൂവൺ ടെക്നോളജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് CVTയിലേക്ക് വരാമെന്നുള്ളൊരു. അപ്പോഴും മൈലേജ് ആയിരുന്നു ഒരു കൺസേൺ. ഇപ്പൊ നമുക്ക് ലോങ്ങിൽ എന്തായാലും 16-17 ഉറപ്പാണ്. ഷോർട്ടിൽ 12-13 മാക്സിമം. സിറ്റിയിൽ എത്ര കിട്ടും? പക്ഷേ ഈ പറഞ്ഞ പോലെ വിജയൻ പറഞ്ഞ പോലെ മാന്യതയോട് കൂടി ഓടിച്ചാൽ മാന്യതയോടുകൂടി ഓടിച്ചാൽ പറ്റും. അതെ, പക്ഷേ മാന്യത വിട്ടാലും മൈലേജ് കുറയുന്നുള്ളൂ, പവറൊന്നും പ്രശ്നമില്ല. ഇതൊരു പ്രോപ്പർ 7 സീറ്റർ ആയിട്ട് കാണാൻ പറ്റുമോ? പ്രോപ്പറായിട്ട് 7 സീറ്റർ ആയിട്ട് കാണാം. കാര്യം ബാക്കിൽ നമുക്ക് ഒരു എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലഗേജ് സ്പേസ് വരുന്നുണ്ട്. ഈവൻ 7 സീറ്റർ കുറച്ച് ലഗേജ് സ്പേസ് ഉണ്ട്. എർട്ടിഗയിൽ ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല അന്നത്തെ മോഡൽ. ഇന്നത്തെ ആയിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. 2017-18
പിന്നെ അന്ന് പാഡിൽ ഷിഫ്റ്റുള്ള 7 സീറ്റർ എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാഡിൽ ഷിഫ്റ്റ്, പിന്നെ 7 സ്പീഡ് 7 ഷിഫ്റ്റ് സ്റ്റെപ്പ് CVT ആണ്. അപ്പോൾ അതൊക്കെ വെച്ചുമ്പോൾ കംഫർട്ട്, പക്ഷെ അതുകൊണ്ടാണ് ഇതിലേക്ക് വരാനുള്ള ഒരു മേജർ. ഇപ്പോൾ ഇതിൽ ദീർഘദൂരമൊക്കെ 7 പേരുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ മഹാരാഷ്ട്ര ബോർഡർ വരെ പോയിട്ടുണ്ട്, ബൽഗാം വരെ പോയിട്ടുണ്ട്. 7 പേരുമായിട്ട് 7 പേരില്ല 5 പേരായിട്ടുണ്ട്. 7 പേര് കൂടുതൽ ലോക്കൽ ട്രിപ്പുകളാണ് കൂടുതലും. പിന്നെ ലഗേജ് അതുപോലെ ഒത്തിരി ദിവസത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ റൂഫിലൊരു ക്രോസ് ബാർ അറ്റാച്ച് ചെയ്തിട്ട് അതിൽ ലഗേജ് വെച്ചിട്ട് പോകാറുണ്ട്. 7 പേരാകുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ? എന്താ ഡ്രൈവിംഗ് കംഫർട്ട് നല്ല ഫാക്ടറാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് 7-8 ദിവസം കഴിഞ്ഞാലും കംഫർട്ടാണ്. നമ്മുടെ ഡ്രൈവ് പറഞ്ഞാൽ 5-8 ദിവസം ട്രിപ്പൊക്കെ പോയാൽ 8ാം ദിവസം നമുക്ക് എവിടെയെങ്കിലും ദൂരെ വേണമെങ്കിലും പോവാം. കണ്ടിന്യൂ അതൊരു കംഫർട്ടുണ്ട്. പിന്നെ ഹാൻഡ്ലിങ് നല്ലതാണ്. പറഞ്ഞ ആവറേജ് പറഞ്ഞ പോലെ ലോങ്ങിൽ എക്സ്പെക്ട് ചെയ്യാം, നല്ല മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഹോണ്ടയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതെ. എന്ത് വിലയായി അന്ന് വാങ്ങിച്ചപ്പോൾ? അന്ന് 13 ആയിരുന്നു, 13 lakhs ആയിരുന്നു ഉണ്ടോ, 13-20 ആയിരുന്നു. 13 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഇത്രയും വലിപ്പമുള്ള ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല. ഇപ്പൊ കിട്ടില്ല. അതാണ് ഓട്ടോമാറ്റിക്കും ഈ വരും. അതെ. അപ്പോൾ എന്തായാലും കുറേ ഈ ഫീച്ചേഴ്സ് ഇപ്പം ഫീച്ചേഴ്സിൻ്റെ അത് പിന്നിലായി, കാരണം 6 വർഷം. ഇനി എന്താണ് മനസ്സിൽ? ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കാണും? ഇതിപ്പോൾ 51,000 ഇപ്പോൾ സർവീസ് കഴിഞ്ഞു. സർവീസിന് കോസ്റ്റ് എങ്ങനെ ഉണ്ട്? സർവീസ് കോസ്റ്റ് നമുക്ക് 6 to 7 ഇയർലി വരാറുള്ളൂ. അതേ ഉള്ളൂ. പക്ഷേ നമുക്ക് CVT ഓയിൽ ചേഞ്ച് 2 years കൂടുമ്പോൾ വരുന്നുണ്ട്. പിന്നെ ഈ അതിൻ്റെ എക്സ്പെൻസ് ഒരു 2K എക്സ്ട്രാ വരും. അല്ലാന്നുണ്ടെങ്കിൽ 6 to 7 വരുന്നുള്ളൂ. എന്തായാലും ബിലോ 10 ഒക്കെ ഉള്ളൂ. അപ്പോൾ എന്താണ് അടുത്ത? ആകെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് 40 ആയിട്ടുള്ളൂ. 40 ആയിട്ടുള്ളൂ. ഇത്ര 6 വർഷം. ശരി. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോണ്ടയുടെ കാര്യത്തിൽ വേറെ വലിയ കാര്യമായിട്ടൊന്നും വരാനും ഇല്ല അല്ലേ? അത് എക്സ്റ്റൻഡ് വാറന്റി ഉണ്ടായിരുന്നു. വണ്ടി എടുത്തപ്പോൾ 5 year എക്സ്റ്റൻഡ് വാറന്റി ഉണ്ടായിരുന്നു. പ്ലസ് 6 year ഞാൻ എക്സ്ട്രാ എടുത്തു. പക്ഷേ 7th onwards കംപ്ലൈൻറ്റ് ഒന്നും ഇത് സ്റ്റിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ റേറ്റും കുറച്ച് ഹയർ ആയിട്ട് വരുവാണ് ഓരോ ഇയർ കൂടുമ്പോൾ. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനി അടുത്ത പരിപാടി? ഇത് ദീർഘകാലം നിലനിർത്താനാണോ അതോ? തീർച്ചയായിട്ടും നിലനിർത്താൻ തന്നെയാണ് പ്ലാൻ. കുറച്ചാളും കൂടെ എന്തായാലും കൊടുക്കുന്ന പ്ലാൻ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും പുതിയതുപോലെ തന്നെയാണ് അല്ലേ? എനിക്കൊക്കെ എപ്പോഴും തോന്നാറ് എൻ്റെ ബലേനോ 8 വർഷം കഴിഞ്ഞു CVT, ഇപ്പോഴും നമ്മൾ അതിലേക്ക് കയറുമ്പോൾ ഒരു പഴയ വണ്ടിയുടെ ഫീലേ ഇല്ല. കാരണം അതുപോലെ വണ്ടി എന്താ പറയുക പുതിയ പോലെ ഇരിക്കുന്നു, വലിയ തലവേദന ഉണ്ടാക്കുന്നില്ല, സർവീസിനാണെങ്കിലും നമുക്ക് വലിയ പൈസ ആകുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ വണ്ടി അങ്ങ് സ്നേഹിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് ഇല്ല, ഓടിച്ചിട്ടില്ല. അങ്ങനെ ഒരു മനസ്സിലാക്കിയ സാധനം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്കിപ്പോൾ കണ്ടീഷനിൽ നമുക്കൊരു ഷോർട്ട് ട്രിപ്പിനായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ EV എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറ്റുമെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഒരു ലോങ് ട്രിപ്പിലേക്ക് പോകുമ്പോൾ ഞാനിപ്പോൾ ഇത് കൂടുതൽ ലോങ് ട്രിപ്പിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫാമിലി യൂസും അതുപോലെ ലോങ് ജേർണിയാണ് പ്രിഫർ ചെയ്യുന്നത്. ഷോർട്ട് ട്രിപ്പിന് സ്വിഫ്റ്റ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. മറ്റേ 800 ഇപ്പോഴുണ്ട്. 96 മോഡലാണ്. അത് 75,000 ഓടിയിട്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ റണ്ണിങ് കണ്ടീഷനാണ്. ഇപ്പോൾ എൻ്റെ 4ാമത്തെ ഇയർ എടുത്ത് കഴിഞ്ഞു, ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ മാരുതി സ്വിഫ്റ്റിൽ നിന്നും നേരെ ഈ ഹോണ്ടയിലേക്ക് വരുമ്പോൾ ഇപ്പം എന്താണ് വലിയ വ്യത്യാസം ഫീൽ ചെയ്ത് എന്തായിരിക്കും? വ്യത്യാസം റൈഡിങ് കംഫർട്ടും ഈ പറഞ്ഞ പോലെ ഇതാണ് യാത്രാസുഖം നല്ല വ്യത്യാസം. ഒരു ബിൽഡ് ക്വാളിറ്റി കൂടുതലായിട്ട് തോന്നാറ്. ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ Type 1 സ്വിഫ്റ്റ് ആണ്. അപ്പോൾ അതിന് കുറച്ചൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് കമ്പയർഡ് ടു 2 and 3. കുറച്ചൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ബട്ട് അതിനേക്കാൾ എന്തായാലും ഫാർ ബെറ്റർ ആണ് ബിൽഡ് ക്വാളിറ്റി. ശരി. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ഫീച്ചർ വേണമായിരുന്നു എന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും. ഇതിന് ഏറ്റവും വലിയ മിസ്സിംഗ് സാധനം ക്രൂയിസ് കൺട്രോൾ ഇല്ല എന്നുള്ളത്. അതൊരു മേജർ മിസ്സിംഗ് ആയിരുന്നു. അത് പ്രത്യേകിച്ച് ദീർഘദൂരമൊക്കെ ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഭയങ്കര എനിക്കൊന്ന് ക്രൂയിസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി മൈലേജും എഫക്റ്റീവ് ആയനെ ഹൈവേയിൽ. അതൊരു മേജർ ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കസ്റ്റമറാണ് നമ്മൾ കണ്ടത്. BRV ഈ പറഞ്ഞ പോലെ ഇപ്പം വീണ്ടും ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്ത് 1-2 പേരൊക്കെ എന്നോട് പറഞ്ഞു BRV സെക്കൻഡ് ഹാൻഡ് ഉണ്ടെങ്കിൽ നോക്കണം, നല്ല വണ്ടിയായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല ഇൻറ്റീരിയർ സ്പേസും നല്ല മൈലേജും ഉണ്ട്. ഈ പറഞ്ഞ പാഡ് ഷിഫ്റ്റേഴ്സ് CVT എല്ലാം കൂടി ഒരുമിച്ച് 13 ലക്ഷം രൂപയ്ക്ക് ഒരു 7 സീറ്ററിൽ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു വാഹനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വാല്യൂ ഫോർ മണിയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ രാവിലെ നമ്മൾ കണ്ടതിൽ സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ വെച്ച് കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു. എത്ര ജനറേഷൻ കഴിഞ്ഞാലും ആൾക്കാർക്ക് ഒട്ടും മടുപ്പില്ലാത്ത 1-2 മോഡലുണ്ട്. എനിക്ക് തോന്നുന്നത് മാരുതി സ്വിഫ്റ്റ്, മറ്റൊന്ന് ഹോണ്ട സിറ്റി അല്ലേ? അതിങ്ങനെ പുതിയ മോഡൽ വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും അല്ല. ഇപ്പോൾ എക്സ്റ്റീരിയറൊക്കെ ആണെങ്കിലും ബേസിക് രൂപം നിലനിർത്തിക്കൊണ്ടാണ് തന്നെയാണ്. പക്ഷേ എപ്പോഴും ഒരു ഹോട്ട് സെല്ലിംഗ് വാഹനമായിട്ട് തുടരുന്ന മോഡലാണ് ഹോണ്ട സിറ്റി. അങ്ങനെയുള്ള ഹോണ്ട സിറ്റി, ഏറ്റവും പുതിയ ഹോണ്ട സിറ്റി ഉടമയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം.
നമസ്കാരം ചേട്ടാ. പേര്? ആനന്ദ്. എന്ത് ചെയ്യുന്നത്? ഞാൻ HDFC ബാങ്ക് വർക്ക് ചെയ്യുന്നു. ശരി. എവിടെ? ഇവിടെ കാക്കനാട്. ഇവിടുത്തുകാരൻ തന്നെയാണോ? അല്ല, എൻ്റെ വീട് വയനാടാണ്. അവിടെ ഒരു 2 years കഴിഞ്ഞു ഇവിടെ ആയിട്ട്. ശരി. നേരത്തോട്ട് HDFCയിലാണ്? പല സ്ഥലങ്ങളായിരുന്നു. HDFC വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. 3 വർഷമായി. ശരി. അപ്പോൾ ഈ വയനാട് കൊച്ചി കാര്യമായ ഓട്ടോ ഉള്ളതുകൊണ്ടാണോ ഒരു ഹോണ്ട സിറ്റിയിലേക്ക് എത്തിയത്? ഹോണ്ട സിറ്റി ഞാൻ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നോക്കിയത്. ഒന്ന് കംഫോർട്ട്, സേഫ്റ്റി, പിന്നെന്ന് വെച്ചാൽ ഒരു ഡ്യൂറബിലിറ്റി. ഇപ്പോൾ ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 25 years ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൂവ് ചെയ്തൊരു എഞ്ചിനാണ്. പിന്നെ മാത്രമല്ല ഞാൻ ഇതിന് മുമ്പ് XUV 300 യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം XUV 300 അത്രയും പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു ഗിയർ ബോക്സ് നമുക്ക് വേണം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം ഹോണ്ട സിറ്റിയുടെ ഗിയർ ബോക്സ് CVT ഗിയർ ബോക്സ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹോണ്ട ഒരു 10 വർഷം 15 വർഷമായിട്ടൊക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ആളുകളുണ്ട്. അപ്പം അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ നോക്കുമ്പം ഹോണ്ട നല്ലൊരു ചോയ്സ് ആണെന്ന് തോന്നി. പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ ലോങ് ഡ്രൈവിലാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ വളരെ നല്ലൊരു കംഫർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കും വരുന്നില്ല. അപ്പോൾ തന്നെ ഒരു 6-7 മാസമായിട്ടുള്ളൂ. അത്യാവശ്യം മൈലേജ് ലോങ് ഡ്രൈവ് കിട്ടി തുടങ്ങി. 10,000 സർവീസ് കഴിയുമ്പോഴത്തേക്കും മൈലേജ് കുറച്ചും കൂടി ഇപ്പം എനിക്ക് സിറ്റിയിൽ ഒരു 12 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഒരു 300 കിലോമീറ്റർ ഒക്കെ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് 20-21 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഓടിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് സ്പോർട്സ് മോഡലൊന്നും ഇടാതെ ഒരു ആക്സലറേഷനൊക്കെ വളരെ മാന്യമായ രീതിയിൽ കൊടുത്തു പോവുകയാണെങ്കിൽ നല്ലൊരു മൈലേജ് കിട്ടുന്നുണ്ട്. XUV 300 എത്ര കാലം ഉപയോഗിച്ചു? XUV 300 ഞാനൊരു 3 വർഷം യൂസ് ചെയ്യും. അതെന്തുകൊണ്ട് ആ വണ്ടിയിലേക്ക് എത്താൻ കാരണം അത് അങ്ങനെ ഒരു ഹോട്ട് സെല്ലിംഗ് വണ്ടിയൊന്നും അല്ല. എന്തുകൊണ്ട് അതിലേക്ക് എത്തിയത്? അതിന് മുമ്പ് ഞാൻ സെഡാണ് യൂസ് ചെയ്തിരുന്നത്. ഒരു ഫോർഡിന്റെ ആസ്പെയർ ആയിരുന്നു. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉള്ള നല്ല ഡീസൽ എഞ്ചിൻ ആയിരുന്നു. അപ്പോൾ അതൊരു 1 lakh കിലോമീറ്ററിന് മുകളിലായപ്പോഴാണ് ഞാൻ XUV-യിലേക്ക് വന്നത്. പക്ഷേ ഒരു കോമ്പാക്ട് XUV എന്നുള്ള ഒരു ട്രെൻഡുള്ള സമയത്താണ് ഞാൻ XUV-യിലേക്ക് വന്നത്. പക്ഷേ SUV ഇറ്റ്സ് എ ബെസ്റ്റ് കാർ, നല്ല കാറാണ്. അതൊരു ഡ്രൈവേഴ്സ് കാറാണ്. അപ്പോൾ അതിന് ഈ 1500 cc-യും 300 Nm ടോർക്കൊക്കെ നമുക്ക് നല്ലൊരു ഡ്രൈവബിലിറ്റി തരും. പക്ഷേ അതിന് ബോഡി റോള് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. നമ്മളിപ്പം പുറകിലിരുന്ന പാസഞ്ചേഴ്സിനൊക്കെ അത് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ്. ഈ ഹില്ലി ഏരിയയിലൊക്കെ പോകുകയാണെങ്കിലും കുറച്ച് ഹെയർ പിൻസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഓട്ടോമാറ്റിക്കിലേക്ക് ഒരു അപ്ഗ്രേഡേഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നല്ലൊരു ഓട്ടോമാറ്റിക് എഞ്ചിൻ കണ്ടുപിടിച്ച് ഹോണ്ട സിറ്റിയിലോട്ട് വന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഓടിച്ച് നോക്കിയിരുന്നോ? ഇത് മേടിക്കുന്ന സമയത്ത് ഞാൻ സ്കോഡ, വോക്സ്വാഗൻ അങ്ങനെയുള്ള വണ്ടികളൊക്കെ നോക്കി. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ കുറച്ച് പ്രൈസ് റേഞ്ചിൽ മുകളിലായിരുന്നു. പിന്നെ ഹോണ്ടയുടെ എന്ന് വെച്ചാൽ ഒരു മറ്റേതിനൊരു സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്ന ഒരു ടോക്ക് മൊത്തത്തിലുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഡ്രൈവ് ചെയ്തപ്പോഴും സിറ്റിയിൽ യൂസ് ചെയ്തപ്പോഴും ഇതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഹോണ്ട സിറ്റി പെർഫെക്റ്റ് ആയിട്ട് തന്നെ തോന്നുന്നു. പക്ഷേ മറ്റേത് ഈ ജർമ്മൻ അല്ലെങ്കിൽ യൂറോപ്യൻ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി ഫീൽ തോന്നിയോ? അതോ ഇത് എനിക്ക് രണ്ടും ഒരുപോലെ തന്നെ ഫീൽ ചെയ്തു. കാരണം അതിന് കുറച്ചും കൂടി ബോഡി വെയിറ്റ് ഫീൽ ചെയ്തു. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പം ഈ ഇറങ്ങുന്ന 5th ജനറേഷൻ സിറ്റിക്ക് 5 star റേറ്റിംഗ് കൊടുക്കുന്നുണ്ടല്ലോ. മാത്രമല്ല അതിനകത്ത് അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇവർ ഏറ്റവും ലോങ് പോയിരിക്കുന്നത് എവിടേക്കായിരിക്കും? ഈ വണ്ടിയും കൊണ്ട് ഞാൻ പോയിരിക്കുന്നത് കണ്ണൂരാണ്, ഇവിടുന്ന് എറണാകുളത്ത് നിന്ന്. പക്ഷേ ഞാൻ പണ്ടത്തെ XUV-യിലേക്ക് ഞാൻ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോങ് ഡ്രൈവിൽ ആ രണ്ട് വണ്ടികളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഒരു പ്രധാന വ്യത്യാസം തോന്നുന്നത്? അതിൽ രണ്ട് വ്യത്യാസം വെച്ചാൽ അതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി ഹാർഡാണ്. അപ്പം നമുക്ക് വെച്ചാൽ കുറച്ചും കൂടി മോശം റോഡാണെങ്കിലും വണ്ടി അങ്ങ് കയറിപ്പോവും. അതേസമയം ഹോണ്ട സിറ്റിയിൽ വരുമ്പോൾ നല്ല റോഡാണെങ്കിൽ നമ്മൾ അറിയില്ല, ഒരു ഒഴുകി പോകുന്നൊരു ഫീലായിരിക്കും നമുക്ക് ഹോണ്ട സിറ്റി കിട്ടും. പക്ഷേ XUV-ലാകുമ്പം രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഒരു ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വണ്ടി മോശം റോഡുകളിൽ കുറച്ചും കൂടി നല്ലത് XUV ആണ്. പിന്നെ ഹൈറ്റും ഗ്രൗണ്ട് ക്ലിയറൻസും അതുണ്ട്. പക്ഷേ എന്നാൽ ഇതിൽ എനിക്ക് ആ ഒരു ഹൈറ്റ് കുറഞ്ഞതിൻ്റെ ഒരു ഫീല് വരുന്നില്ല. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്താ? ഇതിന് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ അഡാസ് ഫീച്ചേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈവൻ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരാൾ മുമ്പോട്ട് ചാടി കഴിഞ്ഞാൽ തന്നെ വണ്ടി തന്നെ ബ്രേക്ക് ഇടുന്ന ഒരു സിസ്റ്റമൊക്കെ. ഞാനിപ്പോൾ ഈ അത് തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. ഞാൻ ഈ അഡാസ് ഉള്ളത് ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അടുത്ത കാലത്തൊക്കെ അഡാസ് ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അത് നമ്മൾ വിചാരിക്കാതെ ബ്രേക്ക് ചെയ്യുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? പക്ഷേ അത് സഡൻ ബ്രേക്ക് വരുന്നത് ശരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ തട്ടാനൊക്കെ പോകുന്ന ഒരു സന്ദർഭത്തിൽ ഓൾറെഡി ക്യാമറ സെൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല. അത് നമുക്കെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് തരാ ചെയ്തത്. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു മേജർ ഓബ്സ്ട്രക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. ഞാൻ ഉപയോഗിച്ച 1-2 വണ്ടികളിൽ എനിക്ക് തോന്നിയത് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാതെ പോകാമായിരുന്ന സന്ദർഭങ്ങൾ അങ്ങനെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പുറകിൽ വന്നൊരു ട്രക്ക് തന്നെ ചിലപ്പോൾ നമുക്ക് വഴിയിലൂടെ കയറി പോകുന്ന സ്ഥലമുണ്ടാവും. പക്ഷേ കാറ് സെൻസ് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന രീതി വരുന്നു. എനിക്ക് അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് അന്ന് തോന്നിയത്. ഞാൻ എന്നിട്ട് അവരെ കമ്പനി തന്നെ വിളിച്ച് ഏത് കമ്പനിയാണെന്ന് പറഞ്ഞു അവരെ വിളിച്ചിട്ട് ഞാനത് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ പ്രശ്നമായിട്ട് തോന്നി? അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയ ഫീച്ചർ ഉണ്ടോ? ഇതിനിപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും തരുന്നുണ്ട്. ഈവൻ വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്ലിക്കാപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. എത്ര രൂപയായി ഓൺ റോഡ്? ഇതിപ്പോൾ എനിക്ക് ഓൺ റോഡ് ഒരു 16.5 lakhs അടുത്തായി. അപ്പോൾ ഞാൻ ഈ വണ്ടി മേടിച്ച സമയത്ത് കേരളത്തിലുള്ള എല്ലാ ഡീലർഷിപ്പിൽ നിന്നും കൊട്ടേഷൻ എടുത്തിരുന്നു.
അങ്ങനെ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ഡീലർഷിപ്പും നോക്കി അങ്ങനെ വന്നപ്പോൾ എനിക്ക് പാലക്കാട് ഇന്റൽ ഹോണ്ട എന്ന് പറഞ്ഞ ഡീലർഷിപ്പ് ഉണ്ട്. അവിടെയാണ് എനിക്ക് ബെസ്റ്റ് റേറ്റ് കിട്ടിയത്. മാത്രമല്ല അവർ നല്ല സെയിൽസ് ആണെങ്കിലും ഇപ്പോൾ ആഫ്റ്റർ സെയിൽസ് ആണെങ്കിൽ തന്നെ അവരിവിടെ ഇവർക്ക് സർവീസ് ഇല്ല എറണാകുളം. അപ്പോൾ കൊച്ചിയിലുള്ള സർവീസ് സെൻ്ററുമായിട്ട് അവർ കണക്ട് ചെയ്ത് തന്ന് അവരെനിക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്ന് അവർ തന്നെ മാനേജ് ചെയ്ത് തരുന്നുണ്ട്. ശരി. ഓ, അത് കൊള്ളാം കേട്ടോ. സാധാരണഗതിയിൽ മറ്റ് സർവീസ് സെൻ്ററുകളൊന്നും അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊന്നും കാരണം അവിടെ അവർക്ക് പരിചയമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവർ വഴി കണക്ട് ചെയ്തിട്ട് എനിക്കതുകൊണ്ട് നല്ല സർവീസ് ഇരുന്നത്. ചെറിയ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വിഷൻ മുട്ടം അവിടെ ഞാൻ കോൺടാക്ട് ചെയ്യും. അവിടെ ഒരാളുണ്ട്, പുള്ളി അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ സർവീസ് ആണെങ്കിൽ ആഫ്റ്റർ സർവീസിന് ശേഷം അവർ നമ്മളെ വിളിച്ച് അന്വേഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മഹേന്ദ്രയിലായിരുന്നപ്പോൾ എനിക്ക് അത്രയൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സർവീസ് എറണാകുളത്ത് കിട്ടിയിട്ടില്ല. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രിക് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് നമ്മുടെ ഒരു പ്രാക്ടിക്കാലിറ്റിയിലോട്ട് ഇതുവരെ വരാനായിട്ടില്ലെന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അത് തന്നെയാണ് ഇലക്ട്രിക്കിനെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. കാരണം നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതിന് എവിടെ നിന്നൊക്കെ ചാർജ് ചെയ്യണം, വണ്ടി എങ്ങനെ ഫ്യൂൽ, അത് നമുക്കൊരു ഡിസ്കംഫർട്ട് ആയിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പ്ലാനിങ്ങോടുകൂടി മാത്രമേ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എവിടെയും പോകാം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഹോണ്ട സിറ്റി ഉപയോഗിക്കുന്ന ആരും ഇതുവരെ മോശം പറഞ്ഞ ചരിത്രമില്ല. ഇപ്പോഴും നമ്മൾ യാതൊരു മോശവും ഈ വാഹനത്തെപ്പറ്റി കേട്ടില്ല. കാരണത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ്, ട്രസ്റ്റഡ് മോഡലാണ് ഹോണ്ട സിറ്റി. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ സ്ട്രോങ് ഹൈബ്രിഡ് അത് നോക്കിയില്ലല്ലോ. ഇത്രയൊക്കെ ഓടുന്ന ആളാകുമ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് ഇവരുടെ പുതിയ അതിലേക്ക് പോയില്ല. അത് എൻ്റെ ബഡ്ജറ്റിന് മുകളിലായിരുന്നു. ഒരു 23 lakhs ഒക്കെ വരും. ഓക്കെ. എങ്കിലും അത് ഭയങ്കര സ്മൂത്താണ്, ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത്, ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായ മൈലേജ് നിര സാധനമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവെ അതിലേക്ക് വളരെ കുറച്ച് പേരെ എത്തുന്നുള്ളൂ അല്ലേ? കാരണം 23 എന്ന് പറയുമ്പോൾ മറ്റ് പല ഓപ്ഷൻസ് അതിലേക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാമെന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. എങ്കിലും ഹോണ്ട ഉപയോഗിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഹോണ്ട സിറ്റി ഉള്ളവരൊക്കെ ഇപ്പം ഗ്രാജുവേറ്റ് ചെയ്യുന്ന നേരെ എലിവേറ്റ്, അല്ലാതെ മറ്റൊരു വണ്ടി പോലും നോക്കൂല. ഹോണ്ട എന്ന് പറയുന്നത് അത്രയധികം ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ രാവിലെ ഇത്ര നേരം ചിലവഴിച്ചതിന് നന്ദി. അപ്പോൾ എന്തായാലും ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളാണ് മിനി കൂപ്പർ. മിനി കൂപ്പറിൻ്റെ ഇലക്ട്രിക് വന്നപ്പോൾ വലിയ എന്താ പറയുക റേഞ്ച് മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ലൈഫ് സ്റ്റൈൽ വെഹിക്കിളുകൾ ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട ഒരു മോഡലായിട്ട് തുടരുകയാണ്. എനിക്ക് തോന്നുന്നു മഞ്ജുവാരൊക്കെയാണ് ആദ്യകാലത്ത് അല്ലേ ഇലക്ട്രിക് മിനി വാങ്ങിച്ചത്. അങ്ങനെയുള്ള മിനി കൂപ്പർ ഇലക്ട്രിക്കിൻ്റെ ഉടമയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളുടെ പേര് നമ്മൾ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. എവിടെ? രാജഗിരി. അത് ശരി, അത് ശരി. അപ്പോൾ എത്ര കാലമായി ഇതിലേക്ക് എത്തിയിട്ട്? വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 2 months ആവുന്നതേ ഉള്ളൂ. 2 months ആയിട്ടുള്ളൂ? 2 months ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സത്യത്തിൽ റേഞ്ചൊക്കെ നോക്കുമ്പോൾ ഈ സെഗ്മെൻറ്റിലൊക്കെ വരുന്ന മറ്റു വണ്ടികളുടെയൊക്കെ അത്രയൊന്നും ഇല്ല, പക്ഷേ വില കുറവൊന്നുമില്ല അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഇതിലേക്ക് എത്താൻ ഒരു കാരണം? എൻ്റെ ഫാദറിൻ്റെ വണ്ടികളെ പറ്റി ഒരു ക്രേസ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഡ്രീം കാർ എന്ന് തന്നെ പറയും മിനി കൂപ്പർ. അപ്പോൾ നമ്മൾ മിനി കൂപ്പർ നമ്മൾ ഷോറൂമിലൊക്കെ പോയി നോക്കിയപ്പോൾ ആദ്യം നോർമൽ പെട്രോളൊക്കെ നോക്കി പോയപ്പോൾ, പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും പ്രോഫിറ്റബിൾ ഇലക്ട്രിക് വെഹിക്കിൾ ഇലക്ട്രിക് മിനി കൂപ്പർ ആണ് എന്നുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. പിന്നെ കളർ ഇത് ലിമിറ്റഡ് എഡിഷൻ കാറാണ്. ഇപ്പോൾ അതിൽ 20th കാർ ലാസ്റ്റ് ലിമിറ്റഡ് എഡിഷൻ കാറാണ്. സോ അതൊക്കെ വെച്ച് അട്രാക്ട് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ വീട്ടിൽ ഏതൊക്കെ വണ്ടികളുള്ളത്? വീട്ടിൽ ഒരു റേഞ്ച് റോവർ ഉണ്ട്, ഇവോക്ക് ഉണ്ട്, XF, ഔഡി. അപ്പോൾ മിക്കവാറും എല്ലാ ബ്രാൻഡുകളും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഓടിക്കാറുണ്ടോ? മറ്റ് ഈ പറഞ്ഞൊക്കെ ഓടിക്കാറുണ്ട്? ഇതെല്ലാം ഓടിച്ച് വരുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം എന്താ ഫീൽ ചെയ്യാറുള്ളത്? ഇതിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇലക്ട്രിക് കാറാണോ വീട്ടിൽ? ഫസ്റ്റ് ഇലക്ട്രിക് കാറാണ്. അങ്ങനെ ഡിഫറൻസ് എന്തായാലും ഫീൽ ചെയ്യാനാണ് ഇലക്ട്രിക് കൂടെ കൂടുതൽ എടുത്തത്. ഡിഫറൻസ് വരുമ്പോൾ കംഫർട്ട് അത്യാവശ്യം എനിക്കിപ്പോൾ XF ഓടിച്ചതിനേക്കാളും കംഫർട്ട് എന്തായാലും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസും നല്ല ബെറ്റർ ആണ്. പക്ഷേ ഈ നമ്മളെപ്പോഴും പറയില്ലേ ഒരു ജീവനില്ല ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ, മറ്റേ പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഒരു ജീവൻ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആദ്യം തോന്നിയിരുന്നു, പക്ഷെ അകത്ത് നമ്മളൊരു മ്യൂസിക് ഇട്ട് പ്ലേ ചെയ്യുമ്പോൾ ആ സൗണ്ട് ഇല്ലായ്മയോ ഒരു ആ ജീവനില്ലായ്മ നമുക്ക് തോന്നത്തില്ല. ഇല്ലല്ലേ, കുഴപ്പമില്ല. എന്ത് മൈലേജ് നോക്കിയിട്ടുണ്ടോ? അല്ല റേഞ്ച് നോക്കിയിട്ടുണ്ടോ? 250 ആണ് ഇവർ പറയുന്നത്, പക്ഷെ ഒരു ഏറ്റവും മാക്സിമം പോകുന്നത് 200 ആണ്. ആസ് യു ഡ്രൈവ് മോർ അത് കൂടുന്നുണ്ട്. 200 കിട്ടുന്നുണ്ട്. 200 ഏറ്റവും മാക്സിമം ആണ് കിട്ടിയിരിക്കുന്നത്. അത് ഒരു തവണയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 150-160 റേഞ്ചിലാണ് ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എത്ര നേരം എടുക്കാറുണ്ട് ചാർജ് ചെയ്യാൻ? ഒരു ടോട്ടൽ ചാർജിന് 2.5 hours 3 വരെയൊക്കെ പോകും. ഫാസ്റ്റ് ചാർജിങ്ങിൽ? നോർമൽ ചാർജിങ്ങിൽ അത്രേ ഉള്ളൂ. 3 hours കൊണ്ട് ഫുൾ ചാർജ് ആവുന്നുണ്ട്. നമ്മൾ 20-25 ഒക്കെ ആകുമ്പോഴാണ് ചാർജ് ചെയ്യാൻ ഇടുന്നത്. സോ 0-ലാക്കാറില്ല. ഇതിപ്പോൾ കോളേജിൽ കൊണ്ടുപോകാനാണോ ഉപയോഗിക്കുന്നത്? ഞാൻ കോളേജിൽ എനിക്ക് തോന്നുന്നു മിനി കൂപ്പർ ഇലക്ട്രിക്കിൽ വരുന്ന ആദ്യത്തെ ആളായിരിക്കുമല്ലോ.
എൻ്റെ കോളേജിൽ ഫസ്റ്റ് സെലക്ട് പിന്നെ അപ്പോൾ അത് ഓപ്പോസിറ്റ് കോളേജിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ടോ? ഇലക്ട്രിക് ഇത് എന്തുകൊണ്ടാണ് ഇലക്ട്രിക് എടുത്തത്? എല്ലാവരും ഇലക്ട്രിക് മിനി കൂപ്പർ എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കും, ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ എല്ലാവരും അയ്യോ എന്തുകൊണ്ട് ഇലക്ട്രിക്. ബട്ട് ദെൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് നോർമൽ മിനി കൂപ്പർ ഉള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഇലക്ട്രിക് ഇഷ്ടമല്ലെങ്കിലും അവർ പറയും എന്തുകൊണ്ടും പ്രോഫിറ്റബിൾ ഇതാണ്, മറ്റൊരു മിനി കൂപ്പർ വളരെ നഷ്ടമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വെച്ചിട്ടില്ല. മേടിച്ചത് ഉള്ളതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തു. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്താ? സംഭവം സൈസ് സ്മോൾ ആയതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാനോ റോട്ടിൽ ട്രാവൽ ചെയ്യാനോ ഭയങ്കര ഈസിയാണ്. പാർക്കിംഗ് അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസ് ഭയങ്കര ഈസിയാണ്. എനിക്ക് പ്രോബ്ലം ആയിട്ട് തോന്നിക്കുന്നത് റേഞ്ച് മാത്രമാണ്. റേഞ്ച് അത് പക്ഷേ പറഞ്ഞാൽ മനസ്സിലാക്കി തന്നെ എടുത്താണല്ലോ, കുറ്റം പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ശരി. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഭാവി ഇലക്ട്രിക് കാറുകളാണെന്ന് തോന്നുന്നുണ്ടോ ഇത് ഓടിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ? തോന്നുന്നുണ്ട്. കാരണം ഇത് മാത്രം നോക്കി ബാക്കി ഇലക്ട്രിക് കാർസ് ഒക്കെ വളരെ നല്ല റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്രോൾ ഡീസലും വെച്ചിട്ട് വളരെ എക്കണോമിക് ആണ് ഇലക്ട്രിക് കാർസ് യൂസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടും ഫ്യൂച്ചർ ഇസ് ഫോർ ഇലക്ട്രിക് കാർസ് ആണല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം റേഞ്ച് ആങ്സൈറ്റി, അതുപോലെ തന്നെ ഈ ചാർജിങ് സ്റ്റേഷൻസ് എല്ലായിടത്തും വർക്ക് ചെയ്യും, അങ്ങനെയുള്ള ടെൻഷൻ അതൊക്കെ തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ യൂഷ്വലി വീട്ടിൽ നിന്ന് മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഒരു തവണ ഞാൻ പുറത്ത് പോയപ്പോൾ ചാർജ് കുറവായപ്പോൾ ഐ ഹാഡ് കൺഫ്യൂഷൻ. എവിടെ ചാർജ് ചെയ്യും, ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, അതിൻ്റെ ഫെസിലിറ്റീസ് കണ്ടുപിടിക്കണം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതൊന്ന് സ്ട്രീം ലൈൻഡ് ആയി വരണം അല്ലേ? യൂസ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതർ ദാൻ ഈ പറഞ്ഞ പോലെ റേഞ്ചിന്റെ പ്രശ്നങ്ങളല്ലാതെ മറ്റെല്ലാ തരത്തിലും ഹാപ്പിയാണ് ഈ വണ്ടിയുടെ കാര്യത്തിൽ? എല്ലാ തരത്തിലും ഞാൻ ഹാപ്പി. ഒരു സെറ്റ് ബാക്ക് കംഫർട്ടിന്റെ മാത്രം ഒരു കുഞ്ഞ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പിന്നെ പൊതുവേ 2 പേര് 3 പേര് വെച്ച് മാത്രമേ വണ്ടി ട്രാവൽ ഫാമിലി യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ബാക്കിലൊരു അത്യാവശ്യം ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാൾ ഇരിക്കുവാണെങ്കിൽ അതിനൊരു കംഫർട്ട് ഇഷ്യൂ എന്തായാലും ഉണ്ട്. 2 ഡോർ ആയതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട്. എന്താണ് ഇപ്പോൾ ഇത് വാങ്ങിച്ചതുള്ളെങ്കിൽ പോലും മറ്റേതെങ്കിലുമൊക്കെ വാഹനങ്ങൾ കണ്ണിപ്പെട്ടിട്ടുണ്ടോ? അതായത് കൊള്ളാമല്ലോ എന്ന് തോന്നിയിരിക്കുന്നത് ഈ യുവ ജനതയുടെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇലക്ട്രിക് ആണെന്ന് തന്നെ ഇല്ല, എന്തും ആകാം. എനിക്ക് കുറെ എനിക്ക് അട്രാക്ഷൻ ആയിട്ടുണ്ട്. ഇലക്ട്രിക് എനിക്ക് വേറൊരു കാര്യം അട്രാക്ഷൻ വന്നിട്ടില്ല, ഇത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. നോർമൽ കാർസ് ലൈക്ക് എനിക്കിപ്പോൾ പോർഷ് അട്രാക്ഷൻ ഉണ്ട്, ഇപ്പോൾ ഡിഫറെൻ്റ് അങ്ങനത്തെ കുറച്ച് കാർസ് ഇഷ്ടമുണ്ട്. ശരി. അപ്പോൾ ഇപ്പം ഇത് ഒഴിച്ചു നിർത്തിയാൽ വീട്ടിലുള്ള മറ്റു വണ്ടികൾ ഏറ്റവും ഇഷ്ടം ഏതാ? ഓഡിയോ. ഏതായത്? ഔഡി പ്രൊവൈഡ് ചെയ്യുന്ന കംഫർട്ട് ഇതുവരെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാറും എനിക്ക് തന്നിട്ടില്ല. ഈവൻ റേഞ്ച് റോവർ പോലും ഇവോക്ക് പോലും തന്നിട്ടില്ല. ഇവോക്കിനേക്കാൾ നല്ല കംഫർട്ടാണ് ഔഡി. നമ്മളതിൽ ഇരിക്കുമ്പോൾ തന്നെ യു ഫീൽ, പക്ഷെ നമ്മൾ എത്ര സ്പീഡിൽ പോയാലും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ ഇൻസൈഡ് അകത്തിരിക്കുന്ന ഒരാൾക്ക് പോലും തോന്നത്തില്ല. ഭയങ്കര സ്മൂത്താണ് കാർ. ഇപ്പോൾ ഞാൻ ഔഡി എടുത്തിട്ട് എനിക്ക് 11 years എന്തോ ആയിട്ടുണ്ട്. സോ അതിൻ്റെതായ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും ആ കാറിനില്ല. ഫാദറിനും ഇഷ്ടം തന്നെയാണോ? ഫാദറാണ് കൂടുതൽ വണ്ടി ക്രേസ് ഉള്ളത്, അത് തന്നെയാണ് ഇതിനോട് ഡൈവേർട്ട് ചെയ്തത്. എന്തായിരുന്നു ഫാദർ? ഫാദർ ബിസിനസ്സാണ്, ഇവിടെ തന്നെ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറിൻ്റെ. ശരി. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞല്ലേ അധികം നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്ന റാപ്പിഡ് ഫയറിൽ ആദ്യമായിട്ടാണ് മിനി കൂപ്പർ വന്നിട്ടുണ്ടെങ്കിലും മിനി കൂപ്പർ ഇലക്ട്രിക് വന്നിട്ടില്ല. കാരണം അധികം വണ്ടികളൊന്നും വിറ്റ് പോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നു. ടോട്ടലി ഒന്ന് മാറുന്നുണ്ട് ഫ്രണ്ടൊക്കെ, അത് വരാൻ പോകുന്നുണ്ട്. എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരിക്കലും പ്രാക്ടിക്കാലിറ്റി എന്നുള്ളതല്ല, ഇതിന് പ്രധാനമായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളാണ്. ഈ പറഞ്ഞ പോലെ ഇതിനേക്കാളൊക്കെ റേഞ്ചുള്ള ഈ വിലയ്ക്ക് വില ചോദിച്ചില്ല. എത്ര രൂപയോ ഓൺ റോഡ്? 65 ലിമിറ്റഡ് എഡിഷൻ ഒക്കെ ആയതുകൊണ്ടാണ് കൂടുതലായത്. 65 വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാവുന്ന വണ്ടികളുണ്ട്. ഇപ്പം കിയ EV6 ഉണ്ട്, അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ഐണിക് 5 ഉണ്ട്. ഈ വില പോലും വരില്ല, പക്ഷേ കൂടുതൽ റേഞ്ചും ഉണ്ട്. എങ്കിൽ പോലും ഈ ഒരു മിനി കൂപ്പർ എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്, ഈ ലൈഫ് സ്റ്റൈൽ വെഹിക്കിളുകൾ ഇഷ്ടപ്പെടുന്നവരുടെ ആഗ്രഹമാണെന്നുള്ളതാണ് സത്യം. എന്തായാലും വളരെ ഹാപ്പിയായ കസ്റ്റമറാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞാൽ നമ്മുടെ അവസാനത്തെ സാധാരണ ഇനി ഏത് വാഹനം എന്നൊക്കെയാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാറുള്ളത് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കാറുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞു, എല്ലാം പുതിയ വണ്ടിയുമാണ്, ഇലക്ട്രിക് വണ്ടിയുമാണ്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല. പിന്നെ സർവീസ് കോസ്റ്റ് ഒന്നും ഇതിനൊന്നും വരാനുള്ള സാധ്യത കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. അതെ. പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് വരാനുള്ള സാധ്യത കുറവാണല്ലോ. BMW ആയതുകൊണ്ട് കുറച്ചൊക്കെ പൈസ വാങ്ങിച്ചേക്കാം അല്ലേ? അതേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വരാനില്ല. അപ്പോൾ എന്തായാലും ഈ സ്പോർട്സ് കാറുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? 2 സീറ്റർ കൺവേർട്ടബിൾ അങ്ങനെയൊക്കെ ഉള്ളത് ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ അത്രയ്ക്ക് ക്രേസ് വന്നിട്ടില്ല. ഇല്ല. ഞാനൊരു തൊട്ട് ഞാൻ സ്റ്റക്ക് ആയിട്ടിരുന്ന ഒരു വെഹിക്കിളാണ്. പണ്ടോട്ടെ അറിയാവുന്ന ഫാദറിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷം രാവിലെ കാണാൻ സാധിച്ചതിൽ. അപ്പം ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ്. മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഇലക്ട്രിക് കാറുകൾ ഓടിക്കുമ്പോൾ ഇപ്പം ഈ വീട്ടിൽ ഇത്രയധികം നല്ല പവേർഡായിട്ടുള്ള കാറുകൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയില്ലേ അല്ലേ? ഈ ഒരു ഇനിഷ്യൽ പിക്കപ്പൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് ഇല്ലേ? അത്തരം കാര്യങ്ങളിൽ ആദ്യം തൊട്ടേ ഒരു ശ്രദ്ധിക്കാറുണ്ടോ? ഞാനിപ്പോൾ ഒരു 2 years ആയിട്ട് ലൈസൻസ് എടുത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കുറച്ചധികം കോൺഷ്യസ് ആയിട്ട് ഞാൻ ഓടിക്കാറുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത് നമ്മളിപ്പോൾ കാല് കൊടുത്താൽ അങ്ങനെ പറന്നു പോകുന്നൊരു അനുഭവമാണല്ലോ ഇത്ര ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇതിൽ 4 മോഡുണ്ട് ഇലക്ട്രിക് കാർ ഇതിൽ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എക്കണോമിക്കലായിട്ട് നമുക്ക് റേഞ്ച് ഒക്കെ വെച്ച് ഓടിക്കാൻ പറ്റുന്ന ഗ്രീൻ മോഡാണ്.
ഗ്രീൻ മോഡിൽ നമ്മളൊരു 70+ ആകുമ്പോഴത്തേക്കും തന്നെ അതിന് സ്റ്റിയറിംഗിനൊരു കൺട്രോൾ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് ഓടിക്കും. സ്പോർട്സ് മോഡിൽ പോകുമ്പോൾ പക്ഷേ കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല നമ്മുടെ ഈ റോഡിൽ. അതന്നെ റേഞ്ച് വല്ലാതെ ഡൗൺ ആവുകയും ചെയ്യും ആ സമയത്ത്. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാണും ഈ ഗ്രീൻ മോഡിലൊക്കെ, കുറച്ചുകൂടി ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒക്കെ കൂടുതൽ തോന്നും. അതില്ലാത്തത് കൊണ്ട് ആദ്യമൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ബാക്കി ക്ലാസ്സിലില്ലാത്ത, പിന്നെ അത് പെട്ടെന്ന് യൂസ് ആയി. അപ്പോൾ അതിൽ താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പം ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സ്വിഫ്റ്റ് ഓടിക്കുന്ന ഒരു യുവതിയാണ്. മറ്റൊരു യുവതി അകത്തിരിപ്പുണ്ട്, ചെറുതാ. എത്ര വയസ്സേ അവർക്ക്? 4 വയസ്സ്. അപ്പോൾ തൊടാൻ സമ്മതിക്കില്ല, നമ്മളൊന്ന് വിളിക്കാമെന്ന് ശ്രമിച്ചിട്ട് സമ്മതിക്കുന്നില്ല. അവിടെ അകത്തിരുത്തിയിരിക്കുകയാണ്. പേര്? ആതിര. മോളുടെ പേര്? മിഴി. നല്ല പേര്. മിഴി. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് സ്വിഫ്റ്റ് ആണോ? എത്ര വർഷമായി കാണും? ഞാനിപ്പോൾ സ്വിഫ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7 കൊല്ലമായി കാണും. 7 വർഷമായി. മൊത്തത്തിൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 12 ഇയേഴ്സ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇത് എടുത്തിട്ട് എത്ര കാലം ഇപ്പോൾ? ഇത് എടുത്തിട്ട് 8 ഇയേഴ്സ് ആവാറായി. അപ്പോൾ മാനുവലാണ്. മാനുവൽ. അപ്പോൾ ഈ പറഞ്ഞ സ്ത്രീകൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഓട്ടോമാറ്റിക് ആണെന്നൊരു കരക്കമ്പി ഉണ്ടല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എങ്ങനെ പറയാൻ പറ്റില്ല. അതായത് എനിക്ക് ചില സമയത്ത് ഇപ്പം എൻ്റെ വീട്ടിലൊരു വാഗണാർ ഉണ്ട്, അപ്പം അതിന് ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ ഒട്ടും സ്പീഡ് കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. ഓവർടേക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പോഴേക്കും പറ്റില്ല. അപ്പം ഇതാണെങ്കിൽ ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് സ്പീഡ് എടുത്ത് ഓവർടേക്ക് ചെയ്ത് പോകാനൊക്കെ ഉള്ള എളുപ്പം കാരണം ഇതാണ് ഇഷ്ടം. പിന്നെ സിറ്റി ട്രാവലിന് പൊതുവെ ഓട്ടോമാറ്റിക് ആണ് സൗകര്യം, എപ്പോഴും ഗിയർ ചേഞ്ച് ചെയ്യേണ്ട അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ ഹൈവേയിലൊക്കെ നല്ല ദൂരമൊക്കെ പോകാറുണ്ടോ? ഇതിൽ ഹൈവേയിൽ ആവശ്യത്തിനൊക്കെ പോകാറുണ്ട്. അതായത് ടൂ ലോങ് എന്നല്ല, പക്ഷെ എന്നാലും ഒരു 100 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ ട്രിവാൻഡ്രം വരെയൊക്കെ ഡ്രൈവ് ചെയ്ത് അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ മാരുതിയുടെ വാഹനങ്ങളെ പറ്റി പൊതുവെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ സ്പീഡിലൊക്കെ ഹൈവേ പോകുമ്പോൾ ഒരു വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടും, ഒരു സേഫ്റ്റി ഫീൽ കുറയും, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? സേഫ്റ്റി ഫീൽ കുറയുന്നതിനെ കുറിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ ഓവർ സ്പീഡ് അങ്ങനെ പോകാറില്ല, അപ്പോൾ എനിക്ക് അത്ര അങ്ങ് തോന്നിയിട്ടില്ല അങ്ങനെ. അതുപോലെ ഇപ്പോൾ ഇതിപ്പോൾ 8 വർഷമായല്ലോ. അപ്പോൾ ഈ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തൊരു മോഡലാണല്ലോ. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ അതിലേക്ക് മാറണം തോന്നുന്നില്ലേ? ഒരു സ്വിച്ച് വേണം തോന്നാറുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഫോണില്ലാത്തൊന്നും ഇല്ലല്ലോ അല്ലേ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വണ്ടികൾ വന്നപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ SUV ഒരു ട്രെൻഡായിട്ട് വരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ വണ്ടികൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പുതിയ വണ്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. കണ്ണിൽ പെട്ടൊരു വണ്ടി ഏതാ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും? കണ്ണിൽ പെട്ടൊരു വണ്ടി കിയാണ്. ഏത്? സെൽറ്റോസ് ആയിരിക്കും അല്ലേ? സെൽറ്റോസ്. SUVകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആയിരിക്കും ഇനിയിപ്പോൾ ഉള്ളൊരു പോക്ക്? ഉറപ്പില്ല, കാരണം ഇപ്പോൾ സിറ്റി ട്രാവലിന് എനിക്ക് എപ്പോഴും ഇത്തിരി കോമ്പാക്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ് സൗകര്യം തോന്നാറ്. എവിടെ കൊണ്ടായാലും പാർക്ക് ചെയ്യാം, ഏത് വഴി കൂടെ എടുക്കാം. അപ്പോൾ നോട്ട് ഷുവർ നമ്മുടെ ഒരു 1 or 2 ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ള ഒരു ഇതുപോലെ. ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചിട്ടില്ല. എന്തായിരിക്കും അതാണ് ഒരു ഫ്യൂച്ചർ തോന്നിയിട്ടുണ്ടോ? ഫ്യൂച്ചറിന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിലൊന്നും ഒരു ചാർജിങ് പോയിന്റ് ഇല്ല. അപ്പം ഞങ്ങൾ ഇനി പോകുന്ന ഒരു സ്ഥലത്തേക്കാണെങ്കിലും ചാർജിങ് പോയിന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ നമുക്കൊരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇപ്പോഴത്തെ ഇതിനകത്ത് എനിക്കതൊരു ഫ്യൂച്ചറായിട്ട് തോന്നുന്നില്ല. ഒരു പ്രാക്ടിക്കാലിറ്റി പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ സ്വിഫ്റ്റ് വാങ്ങിച്ചതിന് ശേഷം മാരുതിയുടെ തന്നെ ധാരാളം വാഹനങ്ങളൊന്നും മാരുതി ടോട്ടലി ചേഞ്ചായി. മാരുതിയുടെ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ടിവിറ്റി എല്ലാം വന്നു, അഡാസ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ വന്നു. അപ്പോൾ അത്തരം മാരുതിയുടെ തന്നെ ഒരു വാഹനത്തിലേക്ക് മാറുന്ന കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല? ഇല്ല, ഞാൻ അങ്ങനെ അത്രയും കറക്റ്റായിട്ട് കാറിൻ്റെ ഇത് ഫോളോ ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മാരുതി വെഹിക്കിളിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സേഫ്റ്റി ആൻഡ് ഇത് കാര്യങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ മാരുതി ആണെങ്കിലും എനിക്കൊരു പ്രോബ്ലം അല്ല. ഹസ്ബൻഡ് ഏതാ വണ്ടി ഉപയോഗിക്കുന്നത്? ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും മനസ്സിൽ എന്തെങ്കിലും ഒരു പുതിയ സാധനം വന്നിട്ടുണ്ടാകണം ഇല്ലേ? ചർച്ച ചെയ്തിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. കാർ മാറുന്നതിനെ കുറിച്ച് ഒരു ചർച്ച കറക്റ്റായിട്ട് വന്നിട്ടില്ല. ശരി. സ്വിഫ്റ്റ് പറഞ്ഞ പോലെ കേട്ടോ, സ്ത്രീകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട മോഡലാണ്. നമ്മൾ നേരത്തെ ഒരു ഹോണ്ട സിറ്റിയെ പറ്റി പറഞ്ഞ പോലെ എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഇതിനൊരു പുതുമയുണ്ട് അല്ലേ? കാണാൻ വളരെ ക്യൂട്ടാണ്. അത്തരം കാര്യങ്ങൾ. സർവീസ് കോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, അതെല്ലാം സെക്ഷനാണ്. ശരി. മൈലേജ് എനിക്കൊരു 15 കിട്ടാറുണ്ട്. സിറ്റിയിൽ ആണോ? അത്രയും കിട്ടാറുണ്ട്. 14.6 15. അത് കൊള്ളാം കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഏറ്റവും പുതിയ എഞ്ചിനുകൾക്കൊന്നും ആ ഒരു മൈലേജ് പൊതുവെ കിട്ടാറില്ല. കംഫർട്ട് ലെവലും എല്ലാത്തിലും ഹാപ്പിയാണ്. എന്തെങ്കിലും ഒരു കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഴയ വണ്ടി ആയിപ്പോയത് കൊണ്ടുള്ള കുറവുകൾ നമുക്ക് പറയാനുള്ളൂ. അതുപോലെ ഇപ്പോൾ മോളുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് സൺറൂഫൊക്കെ ഈ പറഞ്ഞ പോലെ ഇനി ആവശ്യപ്പെട്ട് തുടങ്ങും അല്ലേ? ശരി. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി കസ്റ്റമറാണ് നമ്മൾ കണ്ടത്. ഇലക്ട്രിക് കാറുകൾ ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വെച്ചിട്ട് കാര്യമില്ല. മറ്റു കാര്യം ചോദിക്കട്ടെ, ഈ ഇത്തരം ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഈ ലൈൻ കീപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പോകാറുണ്ടോ? ലൈൻ കീപ്പ് ചെയ്ത് പോകാറുണ്ട് കഴിവതും. അതെങ്ങനെയാണ് പഠിച്ചത്?
അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് പഠിച്ചത്. കുറെ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് പഠിച്ചത്. അതായത് ലൈൻ കീപ്പ് ചെയ്ത് പോകണം, അങ്ങനെ കുറച്ച് റൂൾസ്, ബേസിക് റൂൾസ് എല്ലാം അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മാത്രമേ അത് കിട്ടുള്ളൂ. അതാണ് നമ്മൾ എപ്പോഴും ഈ പ്രോഗ്രാമിൽ പറയുന്നത്. അല്ലാതെ നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ പൊതുവെ വിദേശത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചെന്നിരിക്കാം, അല്ലാതെ നമ്മുടെ അതോറിറ്റീസോ ലൈസൻസ് തരുന്നവരോ ഒന്നും പറഞ്ഞു തരുന്നില്ല. എന്നിട്ട് നമ്മൾ വലതുവശത്തൂടെ പതുക്കെ പോകുന്നയാളെ നമ്മൾ നിർത്തി ചീത്ത വിളിക്കും. അയാൾക്ക് ഇത് അറിയാത്തതുകൊണ്ടാണെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അല്ലേ. ഈ തരത്തിൽ പിന്നെ അച്ഛന്മാരൊക്കെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കൽ ഈ കാര്യത്തിലുണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ മോളെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. അങ്ങനെയാണ് അവളിപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാലും താങ്ക് യു സോ മച്ച്. മോളെ പറഞ്ഞാൽ വരുന്നോ, ഒരു മിനിറ്റ് വരുന്നോ, ഇല്ല ഗമേല കിടക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹസ്ബൻഡോട് അന്വേഷണം പറയാം. ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ്. ഓക്കെ, താങ്ക് യു. പടം എടുക്കാം, അവളെ കൊണ്ട് പിടിക്കാം പടം എടുക്കാൻ.